നമ്മൾ മലപ്പുറത്തേരൊക്കെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഈ ഒരു റമദാനിലൊക്കെ നമ്മളെ ദേശീയ വെള്ളം ഏതാന്ന് ചോദിച്ചാൽ അത് നാരങ്ങ വെള്ളം എന്നാണ് കേട്ടോ. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാം. കാരണം അത്രക്കും ഇഷ്ടപ്പെട്ടൊരു വെള്ളമാണ് നാരങ്ങ വെള്ളം. പ്രത്യേകിച്ച് ഈ ഒരു കൊട്ട വേനൽക്കുള്ള ഈ ഒരു നോമ്പിനൊക്കെ നമുക്ക് നാരങ്ങ വെള്ളം നമ്മളെ കൂടെ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വല്ല സുഖം സമാധാനം ഉണ്ടോ? എന്നാൽ എന്നും നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിനും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഇനി ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിന് ഒരുപാട് ഉന്മേഷവും അതുപോലെ തന്നെ ശരീര പുഷ്ടിക്ക് വരെ പറ്റണ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ദാ ഈ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ? നാരങ്ങ തന്നെ ഉണ്ടോ, ചെറുനാരങ്ങ. ഇപ്പം എല്ലാവരുടെ വീട്ടിലുണ്ടാകും ഈ ഒരു ചെറുനാരങ്ങ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ചെയ്യാൻ ഞങ്ങൾ മറക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കും. കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളം കൂടെയാണ്. അപ്പോൾ ദാ ഞാൻ 2 ചെറുനാരങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ളം റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ചെറുനാരങ്ങൻ്റെ അളവ് കൂട്ടാം. നാരങ്ങ നമ്മൾ എപ്പോഴും പിഴിയണ സമയത്ത് നല്ലോണം ഒന്ന് ഒരതുക, റാക്കുമലൊക്കെ വെച്ചിട്ട് എവിടെ വെച്ചിട്ടെങ്കിലും നല്ലോണം ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളത്തെ നാരങ്ങ നീര് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് നീരായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു വേനൽക്ക് നമ്മൾ കൊല്ലി ഉണങ്ങി നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരുപാട് പത്തിരിയൊക്കെ ചുട്ടുണ്ടാക്കി കടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വെള്ളം വേണം. അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ എത്ര ജ്യൂസ് ഉണ്ടെങ്കിലും എന്ത് തന്നെ ഉണ്ടെങ്കിലും നമുക്കൊരു നാരങ്ങ വെള്ളം കിട്ടിയാൽ അതിനൊരു സുഖം വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ള വെള്ളം കൂടി ആകുമ്പോഴോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നോമ്പ് നോറ്റ് ക്ഷീണിച്ച് ടയേർഡായിരിക്കുന്ന സമയത്തൊക്കെ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തറാവിയനൊക്കെ പോയി വരുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റണം. എത്ര കുടിച്ചാലും നമുക്ക് ആരോഗ്യം കൂടുന്ന ഒരു വെള്ളം കൂടിയാണ് ഇട്ടത്. അപ്പോൾ ഇതാ ഞാൻ ഒരു ചെറുനാരങ്ങ നല്ലോണം പിഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചെറുനാരങ്ങ. അപ്പോൾ ഒന്നൊരു ചെറിയ ചെറുനാരങ്ങയാണെങ്കിലും ഒന്ന് കുറച്ച് വലിയ ചെറുനാരങ്ങയാണ് കേട്ടോ. ഈ ഒരു ചെറുനാരങ്ങ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 10 ഗ്ലാസോളം വെള്ളം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെറുനാരങ്ങ ഞാൻ ആദ്യം തന്നെ ചെറിയ മിക്സിൻ്റെ ജാറിലാണ് ഒഴിച്ചെടുത്തത്. എന്താ വെച്ചാൽ എനിക്ക് അത്ര ശ്രദ്ധ ഇല്ലാതെ ഒഴിച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് വലിയ ജാർക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ നാരങ്ങനീര് ഈ വലിയ ജാർക്ക് മാറ്റി കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പാല് ഞാൻ ഫ്രിഡ്ജിക്ക് രാവിലെ തന്നെ കാച്ചാണ് ഫ്രിഡ്ജിക്ക് വെച്ചതേന്. പക്ഷെ ഞാനത് കുറച്ച് സമയം മുമ്പെങ്കിലും ഒന്ന് എടുത്ത് വെക്കാറുണ്ട്. പക്ഷെ ഞാൻ മറന്നു പോയിട്ടോ. നാരങ്ങ വെള്ളമല്ല ഉണ്ടാക്കണ, സിമ്പിളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത്തരം സംഭവങ്ങളൊന്നും ചെയ്തില്ല. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള വെള്ളങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു മുമ്പ് തന്നെ ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കും. അപ്പോൾ നമ്മൾക്ക് ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണല്ലോ. കുറച്ച് നേരത്തെ ചെയ്യണമാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള നമ്മൾ നേരത്തെ ചെയ്യുള്ളൂ. കുറച്ച് ഈസി ആയിട്ടുള്ളതൊക്കെ കുറച്ച് വൈകിട്ടാണല്ലോ ചെയ്യുക. ഏതായാലും നമുക്ക് ഈ ഒരു നാരങ്ങ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ടേസ്റ്റ് കൊടുക്കാനും ഒരുപാട് ഈ ഒരു ക്ഷീണിച്ച സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട വലിയൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു കാഷ്യൂ എന്ന് പറഞ്ഞാൽ. ഈ കാഷ്യൂനിട്ട് ഞാൻ ഏകദേശം ഒരു 10-15 എണ്ണം എടുത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. കുറച്ച് ഒരു വെള്ളത്തിൽ ഷോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കുറച്ചൊന്ന് കുതിർന്നൊക്കെ വന്ന സമയത്ത് അതാ ചെറിയൊരു ജാർക്ക്, മിക്സിൻ്റെ ജാർക്ക് ഇട്ടെടുത്തിട്ട് ലേശം പാലും ഒഴിച്ചിട്ട് നല്ല പോലെ നല്ലോണം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ഇനി ഒരു കരടോ കുറുമ്പോ ഒന്നുമില്ല. അപ്പോൾ വേഗം അരിഞ്ഞിട്ടും. പിന്നെ നിങ്ങൾ ബദാമൊക്കെ എടുക്കാൻ എന്തായാലും 2 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കണം കേട്ടോ. പക്ഷേ കാഷ്യൂ ആണ് ഇതിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അപ്പം ഞാൻ ഇത് ഇനി മിക്സിൻ്റെ ജാർക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ചെറിയ ജാറെടുത്തത് ഈ ഒരു അണ്ടിപ്പരിപ്പ് നല്ലോണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ബോധമില്ലാതെ ഇപ്പം നാളെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ വീഡിയോക്ക് താഴെ ആരോ ഒന്ന് കമൻറ്റ് ചെയ്യണം നോമ്പ് തലക്ക് പിടിച്ചിട്ട് എന്തോ ചെയ്യണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് നോമ്പ് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ പെട്ടായിരിക്കാം ഞാൻ ഈ ഒരു ചെറിയ ജാറിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് പിന്നെ വലിയ ജാർക്ക് ഒഴിച്ചതൊക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്ഷമിക്കുക, അത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു മിക്സിൻ്റെ ജാർക്ക് ഇത് നല്ലോണം ചുവറ്റി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ ഇതൊന്ന് കുത്തി ഉടക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മളിതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാല് ദീക്കന്നെ എടുത്തിട്ട് സ്പൂൺ കൊണ്ട് തോലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. വേഗം പൊട്ടിയൊക്കെ കിട്ടും. നമുക്ക് ഒരുപാട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ പീസസ് ആക്കി കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു നാരങ്ങ വെള്ളം
ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാച്ചിയ പാലാണ് കേട്ടോ എടുക്കുന്നത്. നമ്മളെപ്പോഴും കാച്ചിയ പാലല്ലേ, ഇനിയിപ്പോൾ ഒരു ജ്യൂസ് അടിക്കുകയാണെങ്കിലൊക്കെ നല്ലത് കാച്ചിയ പാൽ എടുക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ പാല് കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ പാക്കറ്റ് പാലൊക്കെ വാങ്ങുമ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിലൊക്കെ ആ ഒരു പാല് തിളക്കുന്ന സമയത്ത് ഒക്കെ എല്ലാം ശരിയാവും. അപ്പോൾ എന്ത് ചെയ്യുക, പാലൊന്ന് കാച്ചിയിട്ട് ജ്യൂസ് അടിക്കണം, നന്നാവും. നമ്മൾ പൊതുവേ പാക്കറ്റ് പാലൊക്കെ കട്ട പാലോടൊക്കെ നമ്മൾ ജ്യൂസിക്ക് ആ ഒരു മിക്സിൻ്റെ ജാർക്ക് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണല്ലോ ചെയ്യാറ്. അപ്പോൾ ഇതിനേക്കാളും നല്ലത് പാലൊന്ന് കാച്ചിയിട്ട് തണുപ്പിച്ചിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലേശം എന്നല്ല, നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് നല്ലോണം തണുത്ത വെള്ളമായിട്ട് ഒഴിച്ചെടുക്കുന്നത്. അങ്ങനെ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു കയ്യിലുകൊണ്ടാണ് അളന്നിക്കണത്, എന്നാലും ഒരു 8 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു നാരങ്ങ വെള്ളം നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വിചാരിക്കും അതിപ്പോൾ ആ ഒരു അണ്ടിപ്പരിപ്പ് അരക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നെന്ന്. ശരിയാണ്, പക്ഷെ ഞാൻ മറന്നു പോയതാണ് കേട്ടോ. നിങ്ങൾ അണ്ടിപ്പരിപ്പ് അരക്കണ സമയത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പക്ഷെ ഒരുപാട് വേണ്ട കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ ഒരു കുത്തി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു കുഞ്ഞ് കഷ്ണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ കുഞ്ഞ് കഷ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ നമ്മൾ ജ്യൂസ് ഇത്ര പണിയുള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ്, റെഡി ആയിട്ടുണ്ട്. ആരും ഇത് ഒരു നാരങ്ങ വെള്ളമാണെന്ന് കുടിക്കണ സമയത്തായിട്ടോ മനസ്സിലാവുള്ളൂ. അല്ലാഞ്ഞ വല്ല ഇളഞ്ഞിൻ ജ്യൂസാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. കാരണം അത്രക്കും നല്ലൊരു കളർഫുള്ളായിട്ടുള്ള നല്ല വൈറ്റ് കളറായിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ റമദാനിലല്ലാത്ത സമയത്താണെങ്കിലും ഇനി അങ്ങോട്ട് നല്ല വേനലാണല്ലേ. ഇതിപ്പോൾ ഒരു മാർച്ചാണ്, ഏപ്രിലും മെയ്യും ഒക്കെ നല്ല ചൂടും ഒക്കെയാണ്. അപ്പം നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും നല്ലൊരു ക്ഷീണം മാറാനും ഉന്മേഷം കിട്ടാനും ദാഹം മാറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പാവട്ടോ. അപ്പം നിങ്ങൾ നോമ്പിന് മാത്രം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കേണ്ട, നോമ്പ് കഴിഞ്ഞിട്ടും നല്ലത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓരൊക്കെ നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് നല്ലൊരു വെള്ളം കൊടുക്കുമ്പോൾ ഓർക്കൊരു സന്തോഷമാണ്, ഈ കൊടുക്കണേ നമുക്ക് അതിലേറെ സന്തോഷമാണ്. അപ്പോഴൊക്കെ ഇതുപോലൊരു വെള്ളം ഉണ്ടാക്കിയിട്ട് അവർക്ക് 2 ഗ്ലാസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും കേട്ടോ. നല്ല ക്ഷീണവും ഒക്കെ മാറും ചെയ്യും. അതുവരെ ജോലിയൊക്കെ എടുത്ത് ടയേർഡായിട്ടുള്ള അതൊക്കെ അവർക്ക് പോകും. കാരണം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പോഷക ഗുണങ്ങളുള്ള നല്ല ശരീരക്കെല്ലാം പുഷ്ടിക്കുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മൾ ഈ കാഷ്യൂ. അപ്പോൾ ഈ കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് അങ്ങോട്ട് കിട്ടിയാണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ ലൈക്കാണ് എല്ലാവരും നോക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നോക്കൽ ലൈക്കാണ്. കാരണം നിങ്ങളൊക്കെ ലൈക്ക് തരുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു നാരങ്ങ വെള്ളം ഒരു പക്ഷേ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നതാണ് വിചാരിക്കണത്. ഇനി ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കുക, നല്ല ഇഷ്ടമാവും. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഈ ഒരു നാരങ്ങ വെള്ളം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.